ഏതൊക്കെ രീതിയിലുള്ള ആംബുലൻസ് സർവീസുകളാണ് ലഭ്യമാകുന്നത്? ആംബുലൻസ് സർവീസിലും പൊതുവേ എല്ലാവരും പറഞ്ഞ റോഡ് ആംബുലൻസ് ആണ്. പക്ഷേ ഇന്ന് നിലവിൽ വേറെ ആംബുലൻസുകൾ ഉപയോഗിക്കാം. എയർ ആംബുലൻസ് ഉപയോഗിക്കാം, വാട്ടർ ആംബുലൻസ് ഉപയോഗിക്കാം, ബോട്ടുകൾ, റെയിൽ ആംബുലൻസ് ഉപയോഗിക്കാം. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും പലവരും. പക്ഷേ ഇങ്ങനെയുള്ള ആംബുലൻസിൽ ഉപയോഗിക്കാവുന്ന പോളിസികളുണ്ട്. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം നമ്മൾ കോമൺ ആയിട്ട് വരുന്നൊരു കാര്യമാണ് ഇപ്പോൾ ഈ എയർ ലിഫ്റ്റിംഗ് എന്ന് പറയുന്നൊക്കെ സംഭവം. അപ്പോൾ എയർ ലിഫ്റ്റിംഗ് ഒക്കെ ഉള്ള എയർ ആംബുലൻസ് ഉള്ള പോളിസികളൊക്കെ എടുക്കാൻ നോക്കി. ഇതിനൊന്നും അഡീഷണൽ പ്രീമിയം അടയ്ക്കേണ്ടതല്ല. അങ്ങനെയുള്ള പോളിസികളുണ്ട്, അങ്ങനെയുള്ള പോളിസികൾ എടുക്കുക. നമുക്കിപ്പോൾ എപ്പോഴാണ് എയർ ലിഫ്റ്റിംഗ് വരുന്നതെന്നോ അല്ലെങ്കിൽ നമ്മളെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് ട്രെയിനിലാണ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ട്രെയിനിൽ കൊണ്ടുപോകാനുള്ള ആംബുലൻസ്, ട്രെയിൻ ആംബുലൻസ് ഉണ്ട്, ബോട്ടിലാണ് കൊണ്ടുപോകണേ, അങ്ങനെ ആംബുലൻസ് ഉണ്ട്. ഇതിനെല്ലാം പൈസ കമ്പനികൾ തരുന്നുണ്ട്. എന്തോരം പൈസ കമ്പനികൾ നമുക്ക് വേണ്ടി തരാൻ റെഡിയാണ്. പക്ഷേ ഇതൊന്നും നമ്മൾ അറിയാതെ ഇതൊന്നും എടുക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിൻ്റെ ഒരു പ്രശ്നം. അപ്പം ആംബുലൻസ് സർവീസുകൾ എന്തൊക്കെയാണ് അതിൻ്റെ കവർ ചെയ്യുന്നുള്ള നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ചോദിച്ച് മനസ്സിലാക്കി വേണം പോളിസി എടുക്കാനായിട്ട്.